എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് 3000-ലധികം ഗാനങ്ങൾ രചിക്കുകയും അവയ്ക്ക് ഈണങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവുക. നല്ലൊരു കലാകാരനും ധ്യാനഗുരുവുമായ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക്, മലബാറിൻ്റെ സ്വന്തം മണ്ണിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛ, ആദ്യമേ തന്നെ ഈ സംഗീത ശുശ്രൂഷയിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവ് എപ്രകാരമായിരുന്നു എന്ന് വിശദീകരിക്കാം. അനീഷയെ കടന്നു വരാൻ ആഗ്രഹിച്ചൊന്നുമല്ല. ജീവിതത്തിൻ്റെ ഭാരങ്ങൾക്കിടയ്ക്ക് ഉള്ളിലെവിടെ ഒരു സംഗീതം നിന്നു. അതിങ്ങനെ മൂളി പുറത്തേക്ക് വന്നു. നമ്മുടെ അപകടം പറ്റി നമ്മുടെ തൊലിയൊക്കെ ഒരയും ഭാഗത്തു നിന്ന് ചോര പുറത്തു വരുന്ന പോലെ ജീവിതത്തിൻ്റെ തട്ടലും മുട്ടലും ഭാരങ്ങൾക്കിടയ്ക്ക് എവിടെ നിന്നോ എപ്പോഴോ രക്ഷപ്പെടാനുള്ളൊരു വഴി പോലെ സംഗീതം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പ്രത്യേകിച്ച് അതിന് ആഗ്രഹിച്ചിട്ടില്ല. എവിടെയോ എപ്പോഴും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. എവിടെയോ ആവശ്യങ്ങൾ കൊണ്ടത് ട്യൂൺ ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് സ്വീകരിക്കപ്പെട്ടു. ഞാനങ്ങ് സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുമ്മാ വായ്പാട്ട് പാടുമായിരുന്നു. അങ്ങനെ മാത്രമേ ഉള്ളൂ. എല്ലാം ദൈവഹിതം. അച്ഛാ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ള പല ക്രിസ്തീയ ഗാനരചയിതാക്കളും മണിക്കൂറുകൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിട്ടാണ് അവരുടെ രചനകൾ എഴുതാറ് എന്നുള്ളത്. എന്നാൽ മറ്റു ചിലരാകട്ടെ മനസ്സിൽ വരുന്ന വരികൾ അപ്പോൾ തന്നെ കുറിച്ചിടുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ പാട്ടിൻ്റെ ശൈലി ഒന്ന് വിവരിക്കാമോ? ഇത് രണ്ടുമല്ല എൻ്റെ ശൈലി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും പൊതുവേ പാട്ട് വല്ലപ്പോഴും വന്നെങ്കിലേ ഉള്ളൂ. ചിലർ ലഭിക്കുന്ന പാട്ടുകൾ കുറിച്ചിടാറുണ്ട്. അങ്ങനെയും ചെയ്യാറില്ല. ജീവിതത്തിൻ്റെ വേറിട്ട് ദുഃഖാനുഭവങ്ങളും വേദനകളും ഒക്കെ നന്ദിയും സന്തോഷം ഇതെല്ലാം വരുമ്പം പെട്ടെന്ന് അതെല്ലാം ദൈവത്തിന് കൊടുക്കും. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം പിന്നെ നല്ലപോലെ കുർബാന അർപ്പിക്കാൻ എനിക്ക് പറ്റി ഇന്നിവിടെ. അപ്പോൾ ഇന്നലെ വരെ ശബ്ദമില്ലായിരുന്നു, നന്നായിട്ട് ബലിയർപ്പിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അതിന് നന്ദി പറയുമ്പം ആ നന്ദി മുഴുവൻ പെട്ടെന്നൊരു പാട്ടായി വരും. അതൊരു ദുഃഖം വന്നു, ആ ദുഃഖം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് പാട്ടായിട്ട് വരും. അപ്പോൾ ശരിക്കും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാറുണ്ടെങ്കിലും പാട്ടിന് വേണ്ടി ഇരിക്കാറേ ഇല്ല. ഇത് ഒരു വളരെ സ്പെഷ്യൽ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പം രാത്രി 2 മണി വരെ കൊണ്ട് 150 പാട്ട് എഴുതണമെന്ന് വെച്ചാൽ അത് എഴുതി സംഗീതം വന്നിരിക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വളരെ മനോഹരമായ ഈ ഗാനം കേരള ക്രിസ്തീയ കുടുംബങ്ങളിൽ പാടാത്തവരായിട്ട് ആരുമില്ല എന്ന് ഞാൻ കരുതുന്നു. വളരെ ലളിതമായ ഭാഷാശൈലിയിലും ഹൃദ്യമായ സംഗീതത്തിലും അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അനവധി പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. മരിയോളജിയിലുള്ള അഗാധമായ ജ്ഞാനമാണോ അതോ മാതാവിനോടുള്ള അചഞ്ചലമായ സ്നേഹമാണോ ഈ രചനകൾക്ക് പിന്നിൽ വെച്ച്? നല്ല ചോദ്യം അനീഷേ. അതും രണ്ടും അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. ശരിക്കും അനുഭവങ്ങളാണ്. ഞാൻ മാതാവിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നെങ്കിലും ഭക്തനല്ലായിരുന്നു. ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ജീവിതത്തിൽ ഫിലോസഫിയിലെ ഫസ്റ്റ് റാങ്കായിരുന്നു ഞാൻ. ഫിലോസഫിയിലെ ഫസ്റ്റ് റാങ്ക് കൊണ്ടൊന്നും കാര്യമില്ലെന്ന് 2000 ആണ്ടിൽ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു. ആകാശഭൂമികളുടെ മധ്യത്തിൽ ആരോരുമില്ലാതെ അലഞ്ഞ മാസങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചിന്ത വരികയായിരുന്നു, ഈശോയെ ഏറ്റവും അടുത്തറിഞ്ഞ മറിയമാണല്ലോ, അപ്പോൾ അമ്മയോടൊപ്പം ആരാധിക്കാം. അങ്ങനെ മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയെ എനിക്ക് യേശുവിനെ തരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും മാതാവിനോട് സ്നേഹവും കാര്യമായിട്ടില്ലായിരുന്നു. മരിയോളജിയിൽ ഒരു ആഴമായ പഠനവും ഇല്ല. പക്ഷേ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സ്നേഹം വർദ്ധിക്കുകയും ലോകത്തിൽ ആർക്കും കിട്ടാത്ത മരിയൻ കൺസെപ്റ്റുകൾ, മരിയോളജി ഇപ്പോൾ എനിക്കൊന്ന് ലോകത്തിൽ ഒരു പക്ഷേ ആർക്കും കിട്ടാത്ത മരിയൻ തിയോളജി എൻ്റെ തലയിലോട്ട് ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്ത് കിട്ടി. അതെല്ലാം പിന്നെ ഞാൻ പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആ വേദനയുടെ സമയത്തുള്ള പ്രാർത്ഥന കൊണ്ട് മരിയൻ സ്നേഹവും വർദ്ധിച്ചു, മരിയോളജിയിലും ആഴപ്പെട്ടു. മരിയഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ മറിയം ഒരു കീർത്തനം എന്ന പേരിൽ അച്ഛനൊരു ഓഡിയോ ബുക്ക് പ്രകാശനം ചെയ്തതായി കേട്ടു. അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? നിഷ, ഞാനിപ്പോൾ പറഞ്ഞ അതേ അനുഭവങ്ങളുമായി ഒരിക്കൽ ഖത്തറിലൊരു പൊടിക്കാറ്റ് കണ്ടു. ഈ പൊടിക്കാറ്റ് കണ്ട സമയത്ത് മുറിക്കകത്ത് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പേന എടുക്കാൻ തോന്നിയിട്ട് മനസ്സിൽ കിട്ടിയ എല്ലാ മരിയൻ കൺസെപ്റ്റുകളും ഒരു പോയിട്രി പോലെ എന്താ പറയുക ഒരു പ്രത്യേക ഫീലിൽ അസറ്റിക്കലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്.
അത് പേന തൊട്ടിട്ട് 4-5 ദിവസം കൊണ്ട് എഴുതി തീർത്തു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകമാണത്. നല്ല പുസ്തകമാണ്. അങ്ങനെയാണ് മറിയം ഒരു കീർത്തനം എന്ന പുസ്തകം ഉണ്ടായത്. അച്ഛാ, അടുത്ത കാലത്ത് അച്ഛൻ്റെ ഗാനശേഖരത്തിൽ എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു ഗാനമാണ് പളുങ്കുകടൽ എന്ന ആൽബത്തിൽ പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു, കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പക്ഷെ ഞാൻ അടുത്തിടെ 2 ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 ധ്യാനങ്ങളിലും സൗഖ്യം ലഭിക്കുന്ന ശുശ്രൂഷയ്ക്കിടയിൽ ഗായക സംഘം ഈ ഗാനം ആലപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് എനിക്ക് ഈ ഗാനം ആ സമയത്ത് തന്ന ആ ഒരു പ്രത്യാശ അത് വളരെയധികം വലുതാണ് അച്ഛാ. അച്ഛന് ഈ അവസരത്തിൽ ഞാൻ അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛാ, ഈ ഗാനം രചിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാനൊരു ചെറിയ പള്ളിയിലാണ്, കുട്ടനാട്ടിൽ ഈരല്ലൂർദ് മാതാപ്പള്ളി. അവിടെ 67 വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു 10 വർഷമായി അപ്പനെപ്പോലെ അമ്മയെപ്പോലെ പോറ്റേണ്ട ജോലി മുഴുവൻ എനിക്കാണ്. ഉദാഹരണം, ഇപ്പോഴും നമ്മൾ തിരക്കിട്ട് കാണുന്ന ഈ സമയം എൻ്റെ ഇടവക തിരുനാളാണ്. അത് ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പം അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളാണ്, ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം കഴിഞ്ഞ 4-5 വർഷം മുമ്പായി പള്ളി പണിത് തീർന്നതിൻ്റെ ഭാരം, കടം, ബന്ധപ്പാട്, ഓരോ കൊച്ചു കാര്യം. ഇപ്പോൾ എൻ്റെ കൂടെ ഞാനും ബിജുവും റോയും കൂടെ യാത്ര ചെയ്തപ്പോഴൊക്കെ പള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുക, പുല്ലിവിടെ പറിക്കണം, അങ്ങനെ അതുപോലെ അതിന് ടെൻഷനുണ്ട്. അപ്പം 4 വർഷം മുമ്പ് ശരിക്കും സാമ്പത്തിക ഭാരം കൊണ്ട് പെടഞ്ഞ് മറ്റു ചില മാനസിക ഭാരങ്ങളാൽ ഉടഞ്ഞ് തകർന്നു പോകുമെന്ന് കരുതി ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് മനുഷ്യൻ പറഞ്ഞാൽ ആശ്വാസം കിട്ടത്തില്ല. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അമ്മ ചുട്ടു തരുന്നത് പോലെ ഒരു പുതിയ വചനം, മൊരിഞ്ഞ ഒരു അപ്പം ചുട്ടു തരുന്നത് പോലെ ചുട്ടു തരണം, അല്ലെങ്കിൽ എനിക്ക് വല്ല വട്ടായിപ്പോവും. അതുപോലെ മനസ്സങ്ങ് പിടയ്ക്കുന്നു. അങ്ങനെ ഞാൻ തകർന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, എനിക്ക് സസ്റ്റെയിൻ ചെയ്യാനൊരു വചനം വേണം. അങ്ങനെ കരഞ്ഞു തുറന്നപ്പോൾ ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ വചനം ഞാൻ കേട്ടു, മനസ്സിൽ വെച്ചു, പാടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ പാടിക്കാണും. അതാണ് എൻ്റെ പുതിയ ആൽബം. ദൈവത്തിൻ്റെ അതാണ് സാഹചര്യം. ഈ പാട്ട് എന്നെ താങ്ങി നിർത്തുന്നു എന്നുള്ളതാണ് നിന്നെ താങ്ങി നിർത്തുന്നതിനേക്കാൾ അത്ഭുതം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ തിരുവചനം ദൈവമക്കൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അച്ഛൻ്റെ ഒരു പ്രോഗ്രാമാണ് ആമേ. വളരെ ഹ്രസ്വവും അതുപോലെ തന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? മീഡിയയിലൂടെ മാധ്യമങ്ങൾ വഴി എന്തെങ്കിലും ചെയ്യണമെന്നൊരു കൊതിയുണ്ടായിരുന്നു. എൻ്റെ മീഡിയ കൺസെപ്റ്റുകൾ വലുതാണ്. എനിക്ക് ലോകത്തോളം വലിയ സ്വപ്നങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു ചിന്ത വന്ന് ന്യൂ ജനറേഷൻ മീഡിയയിലൂടെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു പേര് മനസ്സിൽ വന്നു, ആമേൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആത്മാവിൽ മനസ്സിൽ കിട്ടി. ഷുഡ് ബി ഷോർട്ട്, വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ പെട്ടെന്ന് കിട്ടണം, അന്ന് ജീവിക്കാൻ ഒരു ബലം കിട്ടണം. അങ്ങനെ കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയത്, ഇപ്പം 1.25 വർഷം കഴിയുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ അത് കാണുന്നുണ്ട്. അപ്പം ഷുഡ് ബി ഷോർട്ട്, ഒരു മനുഷ്യനും നശിക്കരുത്, നിരാശപ്പെടരുതെന്ന വാശി. ഷോർട്ടാണ്, പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ പോസിറ്റീവ് ആക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണത്. അച്ഛൻ്റെ സ്വദേശത്തെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും ഇപ്പോഴായിരിക്കുന്ന ഇടവക സമൂഹത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വെച്ചു. എൻ്റെ വീട് ചമ്പക്കുളത്താണ്, കുട്ടനാട്. കുട്ടനാടിൻ്റെ കേന്ദ്രം പോലെ വരും. വീട്ടിൽ അപ്പനും അമ്മയും ഇല്ല, മരിച്ചുപോയി. അച്ഛനാകുന്നതിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ മക്കൾ ഞങ്ങൾ 12 പേരാണ്. ഞാൻ 12ാമത്തെ ആളാണ്. എൻ്റെ ജ്യേഷ്ഠൻ മലബാറിൻ്റെ മണ്ണിൽ ശുശ്രൂഷ ചെയ്തിരുന്നു 10 വർഷത്തിലധികം. ചെറുപുഴയിൽ മലങ്കരപ്പള്ളിയിലെ അച്ഛൻ എൻ്റെ ചേട്ടനച്ഛനാണ്, തോമസ് തുമ്പേച്ചിറയിൽ. മലബാറിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്ത അച്ഛനൊരു പക്ഷേ ചേട്ടനായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈരയിൽ സെലിബ്രൻസ് ഇന്ത്യ എന്ന ബ്രാൻഡിലാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ആരംഭത്തെക്കുറിച്ചൊന്ന് വിവരിക്കാം? ബെലച്ചൻ്റെ പുണ്യസ്പർശമാണല്ലോ നമ്മുടെ കലാഭവൻ. അപ്പോൾ എൻ്റെ ശുശ്രൂഷകളിൽ വളരെ ടെൻഷൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു സെക്കുലർ മീഡിയ പോലെ, സെലിബ്രൻസ് ഇന്ത്യ എന്ന് വെച്ചാൽ അതിനകത്ത് ഭക്തിയൊന്നുമില്ല, പക്ഷേ മുഴുവൻ യേശുവിൻ്റെ പ്രവൃത്തി. അപ്പോൾ അങ്ങനെ കലാഭവൻ പോലെ എൻ്റെ ആത്മാവിൽ എനിക്ക് ഇട്ടുകിട്ട ഒരു പേരാണ് സെലിബ്രൻസ് ഇന്ത്യ, ആഘോഷിക്കുക. സെലിബ്രൻ്റ് എന്ന് വെച്ചാൽ കാർമ്മികൻ, ആഘോഷിക്കുന്നവൻ. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ദൈവമഹത്വം ആഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സെലിബ്രൻസ് ഇന്ത്യ. ഗാന ശുശ്രൂഷയ്ക്ക് പുറമെ അച്ഛൻ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രീം പ്രോജക്ട്സ് എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ എന്തെങ്കിലും? അനീഷയെ ഗാന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഇപ്പം തന്നെ ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്തിയിരിക്കുന്ന ഷോ എൻ്റെതായിരിക്കണം. 560 പേരെ അണിനിരത്തിയ ഷോ മറൈൻ ഡ്രൈവിൽ. പിന്നെ എൻ്റെ പള്ളിയിൽ
8 ദിവസം 600 ചില്ലുവാനും ആൾക്കാർ, ആന, കുതിര, ആട്, ഒട്ടകം, കാള, ഇതെല്ലാം അണിനിരത്തി ഷോ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാറുള്ളതാണ്. ഇപ്പം വലിയ ആഗ്രഹമാണ്, ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് മാതാവിനെക്കുറിച്ച്, മരിയൻ എന്ന ഒരു പുതിയ സിനിമ. അതൊക്കെ നമ്മുടെ കൈപ്പിടിയിലുള്ളതല്ല. ദൈവം അതിന് വഴി തുറക്കണം. കോടികൾ വേണം, ക്വാളിറ്റേറ്റീവ് ആയിരിക്കണം, 3 ഭാഷകളിൽ ചെയ്യണം. അപ്പോൾ എളുപ്പമല്ല. 10 വർഷമേ ആഗ്രഹിക്കുന്നതാണ്. സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിരിക്കും, വരും. അച്ഛൻ, നമ്മുടെ ഈ സൗഹൃദ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മലബാർ ബീറ്റ്സിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു സന്ദേശം അച്ഛന് നൽകാമോ? ദൈവമാണെല്ലാം, ദൈവം മാത്രമാണ്. നമുക്ക് ദൈവമേ ഉള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയാകും. ദൈവത്തെ കൂടാതെ, യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആമേൻ. വളരെയധികം നന്ദിയുണ്ട് അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ. അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സംരംഭങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്ന അനേകം ഗാനങ്ങൾ അച്ഛൻ്റെ തൂലികയിൽ പിറക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.